ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് SIT. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി 2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദിച്ചതെന്നും കൃത്യമായ മറുപടി നൽകിയെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രം കണ്ടിട്ടാണ് SIT നടപടിയെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും ഒളിച്ചോടില്ല എന്നും UDF കൺവീനറുടെ പ്രതികരണം. നിങ്ങൾ ഇത്രയും ആവേശത്തോടു കൂടി എന്നോട് ചോദിക്കുമ്പോൾ, റിപ്പോർട്ടർ ചാനൽ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. അല്ല, രാജീവ് അബ്രഹാം മാത്രമല്ലല്ലോ, കടകംപള്ളി ഉപകാരം കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ, ഒന്ന് കൊടുക്ക്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടോ മൂന്നോ മാസക്കാലം കഴിയുമ്പോൾ ഭരണം മാറും എന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഞാനിപ്പോ തൽക്കാലം പറയുന്നു. അതേസമയം അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തതിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചില്ല. ഇല്ല, അതൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ കാസർഗോഡ് വെച്ച് പറഞ്ഞല്ലോ, ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ജിബിൻ, വളരെ നിർണായകമായൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ SIT കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു UDF കൺവീനറിനെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ SIT ഉദ്ദേശിച്ചത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? അമൃത, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് UDF കൺവീനറും MPയുമായിട്ടുള്ള അടൂർ പ്രകാശ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് മൊഴിയെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. രാവിലെ 10 മണിയോട് കൂടി അദ്ദേഹം എത്തി. 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് തന്റെ മൊഴിയെടുപ്പെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കേണ്ടതെങ്കിൽ ആദ്യം മൊഴിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി, കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങനെ പല CPM നേതാക്കളുമായി ഒപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ അവരെ ആരെയും തന്നെ ഇതുവരെ ഒരു മൊഴിയെടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിട്ടില്ല. തന്നെ മാത്രമാണ് വിളിച്ചു വരുത്തിയത്. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് അടൂർ പ്രകാശ് വാദിക്കുന്നത്. മാത്രമല്ല, തന്നോട് ഇന്ന് ഹാജരാകാൻ വേണ്ടി അന്വേഷണ സംഘം നോട്ടീസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കാസർഗോഡ് UDF യാത്രയുടെ ഭാഗമായി കാസർഗോഡ് നിൽക്കുമ്പോഴാണ് അന്വേഷണ സംഘ തലവനായിട്ടുള്ള SP ശശിധരൻ തന്നെ വിളിക്കുന്നത്. സൗഹാർദ്ദപരമായാണ് വിളിച്ചത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്ത് എത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇന്ന് രാവിലെയോടുകൂടി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയതെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഈ അന്വേഷണ സംഘം തന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് അന്വേഷണ സംഘം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് പറയുന്നു. ഇനി ഒരു തുടർ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ ഒന്നും തന്നെ നിലവിൽ വിളിപ്പിച്ചിട്ടുമില്ല, നോട്ടീസ് നൽകിയിട്ടില്ല. പക്ഷേ അത്തരം ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി മൊഴിയെടുക്കാനായിരുന്നാലും ചോദ്യം ചെയ്യൽ വിളിച്ചാൽ പോലും താൻ വരാൻ സന്നദ്ധനാണെന്നും അടൂർ പ്രകാശ് പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ SITയുടെ ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് അത് വളരെയധികം നിർണായകമാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു UDF നേതാവിനെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെ മൊഴിയെടുക്കാനായാലും ചോദ്യം ചെയ്യലിനായാലും വിളിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം അല്ലെങ്കിൽ പ്രചരണത്തിന് ഏറ്റവും വലിയ ആയുധമാക്കിയത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. അതിൽ പല CPM നേതാക്കൾ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിരുന്ന N വാസുവിന്റെ പത്മകുമാറിന്റെയൊക്കെ അറസ്റ്റായിരുന്നു. അന്ന് UDF പ്രചരണ ആയുധമാക്കിയൊക്കെ എടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് UDF കൺവീനറിനൊപ്പം നിൽക്കുന്ന ചിത്രം. UDF കൺവീനറിനൊപ്പം നിൽക്കുന്ന മാത്രമല്ല, ആ ചിത്രത്തിൽ ഒപ്പം സോണിയാഗാന്ധിയുണ്ട്. അടൂർ പ്രകാശിന് ഒരു സമ്മാനം നൽകുന്നതിന്റെ ചിത്രമുണ്ട്. അത് മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതികൾ 2 പേർ അതിലുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഈ സ്വർണ്ണം വാങ്ങി എന്ന് പറയുന്ന ഗോവർദ്ധൻ. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 2 പ്രതികളോടൊപ്പമുള്ള അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ വിശദാംശങ്ങൾ നേരിട്ട് ചോദിച്ചറിയുന്നതിന് വേണ്ടി അന്വേഷണ സംഘം അദ്ദേഹത്തെ ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് തന്നെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നവരുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുമായൊക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമുണ്ടായിരുന്ന VIPകളുടെ അവരിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.